കറുത്ത കുതിരയാണ് PV അൻവർ. ആ PV അൻവറിന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടിട്ടില്ല, ഇനിയും അവസരമുണ്ട് പറയുന്നത് VD സതീശനാണ്. പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ നിലമ്പൂരിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചത്, നിയന്ത്രിച്ചത്, നയിച്ചത് ഒക്കെ VD സതീശനാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ VD സതീശൻ അൻവറിന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടിട്ടില്ല എന്ന ഈ പ്രസ്താവനയുമായിട്ട് വരാൻ കാരണം? കാരണം കുറേ വെള്ളം കുടിച്ചു. ആര്യാടൻ ഷൗക്കത്ത് രാവിലെ ഇഡ്ഡലിയാണ് കഴിച്ചത്. ഇഡ്ഡലിയുടെ കൂടെ കുറേ വെള്ളം കുടിക്കേണ്ടി വന്നു PV അൻവറിന് കാരണം. VD സതീശനും ഏറെ വെള്ളം കുടിച്ചു. എന്താ കാര്യം? ആ ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നില്ല. ആ സ്വപ്ന ഭൂരിപക്ഷം, സ്വപ്ന ഭൂരിപക്ഷം, അതാ വഴിക്കടവ് എണ്ണുമ്പോൾ അവർക്ക് കിട്ടേണ്ടത് 1500. ഇവരെല്ലാം ഒരുപാട് വെള്ളം കുടിച്ചാണ് 1500 അടുത്തെത്തിയത്. മനസ്സിലായോ? വഴിക്കടവിലെ ഫലമാണ് ഈ മണ്ഡലത്തിൻ്റെ മുഴുവൻ ഫലം നിർണ്ണയിക്കുക. കഴിഞ്ഞ പ്രാവശ്യം UDF കിട്ടിയ ഭൂരിപക്ഷത്തിനേക്കാൾ നേരിയ വർധന ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വഴിക്കടവിലേക്ക് വന്ന വഴി ദുർഘടമായിരുന്നു. ലക്ഷ്യമിട്ടത് കിട്ടിയില്ല. കാരണം എന്താ? ഫാക്ടർ എന്താ? അതിലെ അൻവറിന് വോട്ട് ഓൺവർ UDFന്റെ പല വോട്ടുകളും കൊണ്ടുപോയി. പല ബൂത്തുകളിൽ നിന്നുള്ള വോട്ടുകൾ കൊണ്ടുപോയി, ചോർത്തിക്കൊണ്ടുപോയി. അൻവറിൻ്റെ പ്രഹരമേറ്റു. അപ്പം അൻവർ വെറും ഒരു നത്തോലിയല്ല എന്നുള്ള ബോധ്യം VD സതീശന് വന്നു. അതാണ് ഫലം വരുന്നതിന് മുമ്പേ തന്നെ VD സതീശൻ പറയുന്നത് അൻവറിന് നേരെ വാതിലടച്ചിട്ടില്ല എന്ന്. അൻവർ ചെറിയ മീൻ ഇങ്ങനല്ലല്ലോ, ചെറിയ മീനല്ല, വെറും ഒരു നത്തോലിയല്ല എന്നിപ്പോൾ തെളിയിച്ചു. കാരണം നേരത്തെ എന്തായിരുന്നു പറഞ്ഞത്? അൻവർ ഞങ്ങളെ പഠിപ്പിക്കാനൊന്നും പറയണ്ട, ഞങ്ങൾ സ്വാതന്ത്ര്യ സമരം പോലുള്ള പാർട്ടിയെ, എന്നിട്ട് വേണം പ്രിയങ്ക ഗാന്ധിയെ രാഹുൽ ഗാന്ധിയെന്നും ഇയാൾ പഠിപ്പിക്കേണ്ടതെന്ന്. ഉണ്ട്. കാരണം അവരൊന്നും പഠിച്ചിട്ടില്ല രാഷ്ട്രീയത്തിൽ. ഇത്രയും പാരമ്പര്യമുണ്ട് പാർട്ടിക്ക്, ശരിയാണ്. പക്ഷേ അവരൊന്നും പഠിച്ചിട്ടില്ല, ഇന്നും പഠിച്ചിട്ടില്ല. ഇനിയിപ്പോൾ പോകുന്ന കനത്ത തോൽവിയിലേക്കും കെട്ടിവെച്ച തുക നഷ്ടപ്പെടലിലേക്കുമായിരിക്കും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ഉത്തരേന്ത്യയിൽ മത്സരിക്കാൻ പോയാൽ ഉണ്ടാവുക. എന്താ കാര്യം? രാഷ്ട്രീയം. അവർ ജാതീയത പറയുന്നുണ്ട്, വർഗീയത അവിടെ ഒന്നും ഏശില്ല. കാരണം എന്താ? അവർ ദേശീയതയ്ക്കെതിരായിട്ട് സംസാരിക്കുന്നു. ഇന്ത്യ എന്ന സത്വം, ഇന്ത്യ എന്ന സ്വത്വം, ഇന്ത്യ എന്ന സംസ്കാരം, അതിനെ ഒരിക്കലും വകവെച്ചു കൊടുക്കുകയോ അതിൻ്റെ സഹിക്കുകയല്ലത്, അസഹ്യമാണ്. അങ്ങനെയാണ് പണ്ട് റായ്ബറേലിയിലും ഒക്കെ അമേത്തിയിലും ഒക്കെ ഇവരെ തോറ്റു തുന്നം പാടിയത്. ആ തോൽവിയുടെ മണിയടി ഇപ്പോഴും കേൾക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ അതിക്രൂരവും വെറുപ്പിൻ്റേതുമായിട്ടുള്ള ദേശവിരുദ്ധവുമായിട്ടുള്ള വാക്കുകൾ കേട്ടിക്കൊണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ അവർ നോക്കിയിരിക്കുകയാണ്. ഓരോ സ്ഥലത്തായിട്ട് ഇനി വന്നു തുടങ്ങുമ്പോൾ ബീഹാറിൽ തന്നെ നമുക്കതിൻ്റെ കാണാം, അതിൻ്റെ സാക്ഷ്യമാവും. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം ഈ അൻവർ എന്ന് പറയുന്നവർ, അൻവർ നേടിയ ഈ വോട്ട് ഷെയർ ഉണ്ടല്ലോ, അത് പലരുടെയും കണ്ണ് തുറന്നു. 4/1 വോട്ടുകൾ എണ്ണിയപ്പോൾ അൻവർ 10,000 കടന്നു. 10,000. ഇപ്പോൾ 10,000-ന് മുകളിലെത്തി അദ്ദേഹം. നോക്കൂ, ഇപ്പോൾ ആര്യാടൻ്റെ ഭൂരിപക്ഷം 7214 ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 10,000 കടക്കേണ്ട സമയം കഴിഞ്ഞു. ഒരു ഈ ഭരണവിരുദ്ധ വികാരത്താൽ പ്രേരിതമാണ് ഈ വോട്ട് ഷെയർ എങ്കിൽ. അല്ല സാർ, വാസ്തവത്തിൽ അൻവർ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ അൻവർ പിടിച്ചത് ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളാണ്. അത് UDF പോകേണ്ടിയിരുന്ന വോട്ടുകളാണ്. ആ വോട്ടുകളാണ് അൻവർ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാസ്തവത്തിൽ അൻവർ UDF ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ആര്യാടൻ്റെ ഭൂരിപക്ഷം 17,000 കടന്നേനെ. 17,000 അല്ല, വലിയ അത്ഭുതപ്പെടുന്ന റിസൾട്ട്. നമ്മളിപ്പോൾ സാധാരണഗതി പറയുമ്പോഴാണ് 1+1 = 2. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇങ്ങനൊരു സമവാക്യം ഉണ്ടായിക്കഴിഞ്ഞാൽ 1+1 = 2. ക്യാൻ ബി 5, ക്യാൻ ബി 4. ഒരിക്കലും 2 അല്ല, 2-ന് മുകളിലായിട്ടുന്നത്. കാരണം ആ കൂടിച്ചേർച്ചയുടെ ഫലമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ അല്ല, ഇറ്റ് ഈസ് കെമിസ്ട്രി. രാഷ്ട്രീയത്തിൻ്റെ കെമിസ്ട്രി അതാണ്. മനസ്സിലായോ? വ്യക്തമായല്ലോ, സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. കാരണം രാഷ്ട്രീയത്തിൻ്റെ രസതന്ത്രം അതാണ്, രസതന്ത്രം അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം എന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് വലിയൊരു റിസൾട്ട്. അതല്ലേ ഈ ഐക്യമുന്നണി എന്ന് പറയുന്ന സങ്കല്പം തന്നെ അതിലധിഷ്ഠിതം അല്ല. ഓരോരുത്തർക്കും കിട്ടുന്ന വോട്ടല്ല ഐക്യമുന്നണിക്ക് കിട്ടുക, മറിച്ചോ അതിലൊക്കെ വലിയൊരു ഹ്യൂജ് സംഖ്യയിലേക്കാണ് ഇത് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം. അപ്പോൾ രാഷ്ട്രീയത്തിൽ നമ്മളിങ്ങനെ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ അരിത്മാറ്റിക്കലായിട്ട് കണക്കുകൂട്ടലുകൾ നമ്മളെ വഴിപിഴപ്പിക്കും. അത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നോക്കൂ, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമുക്ക് നോക്കാം, അൻവറിൻ്റെ വോട്ട് ഷെയർ നമുക്ക് നോക്കാം. അൻവറിൻ്റെ വോട്ട് ഷെയർ ഇപ്പോൾ 12,764. ആരെങ്കിലും പ്രതീക്ഷിച്ചോ?
മാധ്യമങ്ങളൊക്കെ എഴുതി തള്ളി. കാരണം എന്താണ്? ഒരിക്കൽ UDFന് അനുകൂലമായിട്ട് പറയും, പിന്നെ VD സതീശനെതിരായിട്ട് പറയും, ഒരിക്കൽ പിണറായിക്കെതിരായിട്ട് പറയും, പിന്നെ തൃണമൂലിന് അനുകൂലമായിട്ട്, DMKക്ക് അനുകൂലമായിട്ട് വ്യക്തമായ നിലപാട്, വ്യക്തമായ ഓരോ ദിവസവും ഓരോ നിലപാടാണ്. ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു 10,000 വോട്ട് LDFുകാർ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. നമ്മളെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചെയ്യുന്നത്. പത്രക്കാരെല്ലാം അൻവറിൻ്റെ ഇപ്പോൾ അറിയാം, അൻവർ ബലൂൺ പൊട്ടുന്ന പോലെ പൊട്ടും, അൻവറിന് ഇത്രയേ ഉള്ളൂ പിന്തുണ എന്നറിയും. അവരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് ഒരു 2,000 വോട്ട്, പണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം 2,000-3,000 വോട്ട്, 5,000-ന് താഴെ വോട്ട്, അത് മാത്രമേ ബോണസായിട്ട് അദ്ദേഹത്തിന് കിട്ടൂ എന്നാണ് അവർ വിചാരിച്ചത്. ധരിച്ചു വശായിരുന്നു. 9 വർഷം അവിടെ തുടർച്ചയായിട്ട് MLA ആയിരുന്ന ആളാണ്. അത് കോൺഗ്രസ് മറന്നുപോയി. അതല്ല വർഗീയ കാർഡാണ് കളിക്കുന്നത്. അതുകൊണ്ടല്ല, ആ ഫാക്ടർ അല്ല. 9 വർഷം അല്ല, ഒരു 30 വർഷം ഇരുന്നാലും തോൽപ്പിക്കേണ്ടവരെ തോൽപ്പിക്കും. അദ്ദേഹം നിലപാടില്ലാത്ത ആളിനെ തോൽപ്പിക്കേണ്ടതല്ലേ. ഒരു നിലപാടും ഇല്ലാത്ത ആൾ വന്ന് ഇത്രയും വോട്ട് കൊയ്യുന്നതിൻ്റെ പിന്നിൽ ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ വർഗീയ കാർഡിനുള്ള വോട്ടാണ്. ഈ പറയുന്ന പിന്നെ വർഗീയമായിട്ട് മനസ്സുള്ള ആൾക്കാർ എല്ലാം ഇദ്ദേഹത്തിന് വോട്ട് കൊടുക്കും. കാരണം എന്താ? ശക്തമായിട്ടുള്ള താക്കീതാണ് പിണറായി വിജയൻ, മലപ്പുറത്തെ അധിക്ഷേപിച്ച പിണറായി വിജയനും അതുപോലെ UDFനും അദ്ദേഹം കൊടുത്തത്, VD സതീശനും കൊടുത്തത്. മാത്രമല്ല വ്യക്തിപരമായിട്ട് PV അൻവർ മുഖ്യമന്ത്രിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി, രാഷ്ട്രീയമായ മറുപടി അല്ല അദ്ദേഹം കൊടുത്തത്, മറിച്ച് ചതിയൻ എന്നാണ് അൻവറിനെ വിശേഷിപ്പിച്ചത്. വഞ്ചകൻ എന്നാണ്. ഒരു കാര്യം കൂടെ പറയാം, ഇതും സ്വാധീനിച്ച ഒരു ഫാക്ടറാണ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് അൻവറിനെ. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ് എന്ന് പൊതുജനങ്ങൾക്കെല്ലാം അറിയാം. അതെ, ഇപ്പം P ശശിയാണ് കാര്യങ്ങളെല്ലാം നടത്തുമെന്ന് ആർക്കാ അറിയാൻ വയ്യാത്തത്? അഴിമതി ധാരാളമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ആർക്കാ അറിയാത്തത്? മരുമകനിസമാണ് നടക്കുന്നതെന്ന് ആർക്കാ അറിയാത്തത്? പക്ഷെ തുറന്നു പറയാൻ ആരും ധൈര്യപ്പെടുന്നില്ല. പാർട്ടിക്കുള്ളിൽ നിന്ന് പോരാടാൻ ആരും തയ്യാറാവുന്നില്ല, പേടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് വലിച്ചു കയറി ഒട്ടിച്ചാണ്. അപ്പോൾ ഒരു ഹീറോയിക് പരിവേഷം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ വർഗീയമായിട്ടുള്ളൊരു കാർഡ്, ആ ഒരു കാർഡും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ സാർ, ഈ അൻവർ അവിടെ നിലമ്പൂരിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. തടയണയുടെ കാര്യം നമുക്കറിയാം, ഭൂമി കയ്യേറ്റത്തിൻ്റെ കാര്യം നമുക്കറിയാം. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അൻവറിനെ വിശ്വസിക്കുന്ന ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ അവിടെ ഉണ്ട് എന്ന് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? സ്വാഭാവികമായിട്ടുണ്ടല്ലോ. അദ്ദേഹം അവിടുത്തുകാരനാണല്ലോ, നിലമ്പൂരുകാരനാണ്. സ്വരാജ് എന്ന് പറയുന്നെങ്കിലും അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ കുളനടക്കാരനാണ്. അവിടുന്ന് കുടിയേറിയതാണ്. തിരുവനന്തപുരത്തെ സ്ലാങ്ങിൽ പറഞ്ഞ വരുത്തന്മാരാണ് അവരൊക്കെ. വന്നു ചേർന്ന വന്ത നാടൻ എന്ന് പറയും. അട്ടപ്പാടിയിലൊക്കെ ഇങ്ങനെ വരുന്ന ആള് വന്ത ആള്, പിന്നെ ഊര് ആളും വന്ത ആളും ഉണ്ട് അവിടെ. അട്ടപ്പാടിയിലൊക്കെ അങ്ങനെയാണ് വിശേഷിച്ചത്. അപ്പോൾ വന്ത ആളാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല അങ്ങോട്ട് പോകാറില്ല. കേന്ദ്രം അവിടെ ജനിച്ചു വളർന്നുവെങ്കിലും അതെ, അടിസ്ഥാനപരമായിട്ട് നിലമ്പൂരുകാർക്ക് സ്വരാജിനെ അറിയില്ല. അവിടെ അവരോടൊരു വലിയ പ്രേമമൊന്നും ഇല്ല ആയിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയാവാനും താല്പര്യമില്ലായിരുന്നു. പക്ഷെ യുവാവാണ്, തീപ്പൊരി പ്രാസംഗികനാണ് എന്നുള്ളത് കൊണ്ട് വായനക്കാരനാണ്. അതുപോലെ RSSനെ എതിർക്കുന്നതിലെ പ്രഥമ അഗ്രഗണ്യനാണ്. ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നോക്കൂ, ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ലായിരുന്നു, അൻവർ കൂറുമാറിയില്ലായിരുന്നെങ്കിൽ LDF. അപ്പോൾ അൻവറിനെ പിടിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരവിടെ നിർത്തിയിരുന്നു എങ്കിൽ അൻവർ വൻപിച്ച ഭൂരിപക്ഷത്തിൽ CPMന്റെ MLA ആയിട്ട് വന്നേനെ. കാരണം മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ശക്തമായ പ്രവർത്തനം കൂടി ചേരുമ്പോൾ അൻവർ അവിടെ അത്ഭുതങ്ങൾ കാഴ്ചവെക്കാനും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്, ഇവർ ഈ വർഗീയ കാർഡ് കളിച്ച് ഗവർണർക്കെതിരെ ഒരു നാടകം കളിച്ചത് വലിയ ഇഫക്റ്റ് ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ സ്വരാജിന് ഇത്രയും വലിയൊരു വോട്ട് ഷെയർ കിട്ടിയത്. അല്ല, ഇതൊന്നും രാഷ്ട്രീയ വോട്ടാണ്, രാഷ്ട്രീയത്തിൻ്റെ വോട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് അല്ല വരുന്നത്. രാഷ്ട്രീയവും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനേക്കാളൊക്കെ മുന്നിട്ട് നിൽക്കുന്ന മറ്റു പല ഘടകങ്ങളും അതിനകത്തുണ്ട്. രാഷ്ട്രീയ ഘടകങ്ങളാണ് അൻവറിന് ഇത്രയും വോട്ട് നേടാൻ സഹായിച്ചത്. അതെ, രാഷ്ട്രീയം അതിൻ്റെ ഒരു വലിയ സ്വാധീനമൊന്നും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തകർപ്പൻ വിജയത്തിൽ ഇപ്പോൾ UDFന്റെ അൻവർ വിജയിച്ചു പോകുന്ന നമ്മൾ കാണുന്നത് അതുണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ റിസൾട്ട് അനുസരിച്ച്
10,000 കടന്നിട്ടില്ല NDA സ്ഥാനാർത്ഥി. 5066 നിൽക്കുന്നു ഇവിടെ. 5066. കഴിഞ്ഞ തവണ അവർക്ക് 10,000 വോട്ടുകൾ കിട്ടിയിരുന്നു. 8,000 ചില്ലുവാന വോട്ടുകൾ. 5000 ശരിയായിരുന്നു. 2016 12,000 ചില്ലുവാന വോട്ടുകൾ കിട്ടി. അപ്പോൾ ഒരു 10,000-ൽ എത്തിയ ഭാഗ്യം എന്നുള്ളതേ പറയാൻ പറ്റും. രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്റ്റഡി കറക്റ്റായിരുന്നു. നമ്മൾ വെറുതെ പോയി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട. പക്ഷേ പറയാൻ പറ്റില്ല, കാരണം ചുങ്കത്തറ ആണ് അവരുടെ ഏരിയ വരുന്നത്. ചുങ്കത്തറ എന്ന് പറയുന്നത് മാർത്തോമ സഭയുടെ, മാർത്തോമ വിഭാഗം ക്രിസ്ത്യാനികളുടെ വലിയൊരു കോൺസെൻട്രേഷനുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഒരു റൗണ്ട് വന്നു കഴിയുമ്പോൾ കാര്യങ്ങളിൽ ഒരു വ്യത്യസ്തത ചിലപ്പോൾ ഉണ്ടായേക്കാം. വഴിക്കടവിലെ UDF നേടിയതുപോലൊരു നേട്ടം അവിടെ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതും വർഗീയമാണെങ്കിൽ തന്നെയും അതിലൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. കാരണം BJPയുടെ ലേബലിലാണ്, ഹിന്ദുവിരുദ്ധം എന്ന് അറിയപ്പെടുന്ന BJPയുടെ ലേബലിലാണ് ക്രിസ്ത്യാനിയായിട്ടുള്ള മോഹൻ ജോർജ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ രാഷ്ട്രീയമുണ്ട്. അത് രാഷ്ട്രീയമാണ്, അരാഷ്ട്രീയമല്ല, പിന്നെ അതുപോലെ തന്നെ വർഗീയവുമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് നമുക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിലാണ്, മണ്ഡലം വികസിപ്പിക്കുമെന്ന് പറഞ്ഞ ആളിനല്ലേ വോട്ട് ചെയ്യും? വികസനത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടോ അവിടെ? വികസനമുണ്ടോ? പ്രാദേശിക പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വർഗീയത്തിൻ്റെ പേരിലാണ് വോട്ടുകൾ കൂടുതലും പോകുന്നത്. ആ കാർഡ് സമർത്ഥമായിട്ട് കളിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് അവിടെ മുന്നേറാൻ സാധിക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിലമ്പൂരിലെ ജനങ്ങളെ അത് പിന്നെ ആക്ഷേപിക്കുകയല്ല, മറിച്ച് പുതിയൊരു നിങ്ങളൊരു ട്രെൻഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ മലബാറിലെ ആകമാനം വീശിയടിക്കുന്ന ഒരു കാറ്റാണ്. ആ കാറ്റിൻ്റെ ഭാഗമാവും നമ്മളായാലും. അങ്ങനെ തന്നെ കാറ്റിനൊപ്പം സഞ്ചരിക്കുന്നവരാണോ? അല്ലേ? അതാണ് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ധ്രുവീകരണം വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. മോദി വിരുദ്ധത പറഞ്ഞു പരത്തി മോദി ഒരു വർഗീയവാദിയാണ്, കംസനാണ്, രാവണനാണെന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ രക്തം കുടിക്കുന്ന ഡ്രാക്കുളയാണെന്ന് പറഞ്ഞിട്ട് പരത്തിക്കൊണ്ട് അദ്ദേഹത്തിനെക്കുറിച്ച് വലിയൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നെഗറ്റീവ് അവർ വിജയിച്ചിട്ടുണ്ട്. ആ പ്രൊപ്പഗാൻഡയിൽ അവർ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് മോദി എന്ന് പറയുമ്പോഴേ പല്ലറ് മികച്ചത്. മോദി ഫോബിയ, അതുപോലെ ഒരു ഹിന്ദു ഫോബിയ സൃഷ്ടിക്കുന്നതിൽ ഈ LDFും വിജയിച്ചിട്ടുണ്ട്, UDFും വിജയിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ വാസ്തവം. അവരാണ് ശരിക്കും വർഗീയ കാർഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫൈനൽ റിസൾട്ട് വരട്ടെ. ശരിക്കും അൻവർ കറുത്ത കുതിരയാകുമോ അല്ലയോ എന്ന് നമുക്ക് അപ്പോഴറിയാം. തീർച്ചയായിട്ടും അപ്പോഴേ മാറ്റി വയ്ക്കാം. അൻവർ കറുത്ത കുതിരയാണെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചു. കാരണം 10,000-ന് മുകളിൽ എത്തുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ തള്ളാൻ പറ്റും. ഒരു ഇൻഡിപെൻഡൻറ്റ് സ്ഥാനാർത്ഥി അങ്ങനെ വോട്ടുകൾ നേടാറില്ല സാധാരണഗതിയിൽ. അല്ലെങ്കിൽ KK നായരെ പോലെ പത്തനംതിട്ട മത്സരിക്കുന്ന സ്വതന്ത്രന്മാർ മാത്രമേ അങ്ങനെ നേടിയിട്ടുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.